ഇറ്റ്സ് കേരള സ്പെഷ്യൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. ഒരു നേഴ്സിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ഒരു ബെഡ് സ്പേസിലാണ്. ഇവിടെ റെൻറ്റ് വരുന്നത് 850 dirhams, അഥവാ 20,000 രൂപ. ഇത് 5 പേരാണ് ഉള്ളത്. എല്ലാവർക്കും സിംഗിൾ ബെഡ് കേട്ടോ. ഈ വീഡിയോ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാലും കുറച്ചൊക്കെ മിസ്സിങ് ആയിരിക്കും കേട്ടോ. നമ്മൾ പാത്രം എടുക്കണം. യൂണിഫോം ഇട്ട് റെഡി ആവണൊക്കെ നമ്മളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ചോറുണ്ട് നൈറ്റിട്ട് വെറുതെ ആരും ബിസിനസ് പാപ്പൊറിയും കൊട്ടക്കാലം ക്ഷീണിച്ച് ഭയങ്കര ചൂഷണമായതുകൊണ്ട് എന്ത് വാർത്ത എടുക്കുമ്പോൾ ആദ്യം ടോപ്പ് തരും. അല്ലെങ്കിൽ കുളറിൻ്റെ ആവശ്യക്കാലം കുളാട്ടുണ്ടാവും. നമ്മൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട് എൻ്റെ ക്ലിനിക്കിലോട്ട്. സാധാരണ ഞാൻ ഈ സമയത്തൊന്നും പോകാറില്ല. ഇന്ന് എന്തോ നേരത്തെ ഇറങ്ങാൻ തോന്നി. ആ കാണുന്നതാണ് നമ്മുടെ മെട്രോ. ഭയങ്കര വെയിൽ. പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല കൊടയില്ലാതെ. കുട വാങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. അങ്ങനെ മെട്രോയിലുള്ള പ്രയാണം കഴിഞ്ഞു. ഇനി നമ്മൾ ബസ്സിലോട്ടുള്ള പ്രയാണമാണ്. 2 മെട്രോ മാറി കയറി കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും. 28 C10 ആണ് നമ്മുടെ ബസ്. സോ വെയിറ്റിംഗ് ഫോർ ദ ബസ്. Next stop is Haupagen. ഒരു 10 മിനിറ്റ് യാത്ര കൂടെ കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലും. ഞാൻ ആ ബസ് കയറാൻ നിൽക്കുമ്പോഴേ അതിനകത്തൊരു ലേഡി ഉണ്ടായിരുന്നേ. ആള് നേഴ്സാണ്. കയറാൻ നിൽക്കുമ്പോൾ സഫാനിസ്മി അല്ലേ ചോദിച്ചത്. കോപ്പേട് ശരിക്കും സന്തോഷം കേട്ടോ. ഇങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷവും. പിന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കേരളത്തിന്റെ ഏതോ മുക്കിൽ കിടക്കണം ഞാൻ. എന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ ഒരഭിമാനം, രോമാഞ്ചം. പിന്നെ അതിനേക്കാളും സന്തോഷമാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നഴ്സിംഗ് അഥവാ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാണുമ്പോൾ. കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുക മെട്രോ എന്നായിരിക്കും. ഇടയ്ക്കൊക്കെ 1-2 ആൾക്കാരൊക്കെ വരുള്ളൂ. പക്ഷെ എന്നാലും അവരിങ്ങനെ കാണുമ്പോഴേക്കും ഇങ്ങനെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ കാണിക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ചിലവർ വന്ന് സംസാരിക്കും, ചിലവർ ഇങ്ങനെ നോക്കും, ഫോണിലേക്ക് നോക്കും, എന്നെ നോക്കും, ഫോണിലേക്ക് നോക്കും, എന്നെ നോക്കും. അപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ മനസ്സിലായിട്ടാണ്. ലിഫ്റ്റ് സമയം ആൻഡ് ഫൈനലി ബാക്ക് ടു മൈ ക്ലിനിക്. ഇനി 8 മണിക്കൂർ ഇതിനകത്ത്. പഞ്ചിങ് ചെയ്ത് ആദ്യം നമ്മൾ ഈ മുറിയിൽ വെട്ടം തെളിക്കും.
ഇത് വന്നിട്ട് ആദ്യം ഓൺ ചെയ്യുന്ന ആരാണോ അവരാണ് ആദ്യം ആരെങ്കിലും ഡ്യൂട്ടിക്ക് കയറിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് നമ്മുടെ സാമഗ്രികൾ ഉള്ളിൽ വെച്ച് പണി തുടങ്ങും. ഹായ് നീല, ഗുഡ് മോർണിംഗ്. യു സ്റ്റേ ഹിയർ. കണ്ടോ, കവർ കെട്ടിയെന്ന് ലീക്കായില്ല, ഇല്ലെങ്കിൽ ബാഗിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളാണ്. കുറച്ച് ഉണ്ണിയപ്പം, ചിപ്സ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ടൈം. ഇതാണ് നമ്മുടെ ചേഞ്ചിങ് റൂം. ഇനി ഇവിടെ ഇരിക്കി കുറച്ച് നേരം. സെറ്റ്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. ഈ മെട്രോയിലൊക്കെ കുറേ ആൾക്കാർ പിടിച്ച സ്ഥലത്തായിരിക്കും നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മുടെ നിലവറ. നമുക്കത് സപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ്. Sir Gerald, please come, sir. Have a seat. Okay. Why you have food, sir? I think like 9. Are you afraid of me? Yeah. I don't usually do this actually. They keep asking me to come, but I didn't. Okay. Take a deep breath, sir. Okay. Painful? Okay. Okay, okay. ഈ പേഷ്യൻറ്റിന് വിൻഡോ കണക്ഷൻ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യണം. ഓക്കെ. ഉണ്ണിയപ്പം
like our cow. Huh? Our cow. Cow Mm. in Cow. Sri Lanka? Mm. It's like our cow. Have some sweet. Yes. It's Kerala special. Can I vlog? മധുരം നമ്മൾ പങ്കിട്ട് കഴിക്കണം. Good morning. Hello, good morning. How are you? I am good. ഓ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം. താങ്ക് യു മണ്ണൂറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ അതെ, കൊടുത്തയച്ചതാ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുള്ളതാണ് ഹൗ യു ആർ മാനേജിങ് വീഡിയോസും ഡ്യൂട്ടിയും എല്ലാം ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നു. ഇറ്റ്സ് റിയലി ഹാർഡ്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിഷൻ ഉണ്ട്. ലൈക്ക് പൈസ ഉണ്ടാക്കണ്ടേ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. ചിലപ്പോൾ ഞാൻ ബെഡ് സ്പേസിലൊക്കെ നിൽക്കുന്നുണ്ട്, അടുക്കളയിലൊക്കെ ആൾക്കാരായിരിക്കും, റൂമിൽ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് 12 മണി 12:30 1 മണിക്ക് അടുക്കളയിൽ പോയി ഇരുന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാറ്. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും, എന്നിട്ട് ഇവർ ആരും ഇല്ലാത്ത ടൈമിൽ നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ എഡിറ്റിങ്, അത് ഈ മെട്രോ. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തി. എഡിറ്റിങ്. എനിക്ക് മെട്രോയിൽ ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ചില വീഡിയോസ് എഡിറ്റ് ചെയ്യാറ്. ഇറ്റ്സ് റിയലി ഹാർഡ് ടു മാനേജ്. പക്ഷേ വേറെ എന്ത് ചെയ്യാനാ. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇതാണ് എൻ്റെ ലഞ്ച് പാർട്ട്ണർ അമീന ഫ്രം ഇൻഷുറൻസ്. ആൻഡ് ഞങ്ങൾ ഒന്നിച്ചേ കഴിക്കാറുള്ളൂ, ഒന്നിച്ചേ നടക്കാറുള്ളൂ. അത് നിന്റെ ഏട്ടായി ടോക്സിക്കാണ്. അല്ല. പിന്നെ ഓ ഇതിന്റെ റിവ്യൂ ആയിട്ടോ ഞാൻ എപ്പോഴും ചൂടാക്കി നമുക്കൊരു സംഭവം അറിയണോ? ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ആ ഡപ്പയില് കുറച്ച് നെയ്യുള്ളൂ. ആ നെയ്യ് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചപ്പോ നെയ്യ് കൂടിപ്പോയി. ഇത്തിരി ചോറ്, ഞാൻ ഒരു ഗ്ലാസ് അരി ഇട്ട് അതിന് ഇത്ര നെയ്യ് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കുപ്പിക്കന്നെ വെച്ച് കുപ്പി അപ്പോഴേക്കും ചളിങ്ങി ഇങ്ങനെ. പിന്നെ ഇത് നെയ്യിന്റെ മണം ഒരു പ്ലാസ്റ്റിക് കലർന്ന മണമായി. അപ്പൊ ഞാനത് കളഞ്ഞു, മൊത്തത്തിൽ കളഞ്ഞു. എനിക്ക് അതിന്റെ വിഷമം ഉള്ളിലിങ്ങനെ, നല്ല നെയ്യ് ഞാൻ കളഞ്ഞു. മോളെ ഞാനിതേപോലെ കുപ്പി ഒരുങ്ങിയിട്ടില്ല. എണ്ണ ലീക്കായി അല്ല, എണ്ണാമതായി. പക്ഷെ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അന്ന ടൈമില്. ഇത് നമ്മളെ കഴുകണ്ട വേഗ് കയ്യേറ്റ് കഴിക്കാല്ലേ. നിലു ഇതാണല്ലേ ഞാൻ അറിയാവുന്നു. take spoon, you have it. അതില്ലല്ലോ, ഞാൻ ശരിച്ച് കണ്ടിട്ട് വന്നതോടെ പോണതെ ഞാൻ അങ്ങനെ ആക്കി. തന്നെ പോയി too much headache. Yeah. For me also. Since past 3 days. It's because of overphone use.
Fish? Fish? No, chicken. Chicken. You eat with this rice. This achar is underrated. അച്ചാർ, അമീനന്റെ ചോറ്, എന്റെ നെയ്ച്ചോറും ചിക്കൻ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 8.5 മണിക്കൂർ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. Now let's go home. നീലു ബൈ ബൈ നീലു. നന്നായി പണിയെടുക്കണേ. ബൈ. ചിപ്സോ? ചിപ്സ് തന്നെ സ്റ്റേഷനുണ്ട് ആ കബേർഡിന്. ആർക്ക് ഇവതാണല്ലേ? എന്തത് വയറിനകത്ത് കൊടലല്ലേ ഇരിക്കുന്നേ? ഒരു ഹായ് പറയോ? Hi. നാളത്തെ വ്ളോഗില് വരെ. You scared of me? Yeah. Why? With your phone. എന്റെ ഇവിടെ എല്ലാവർക്കും പേടിയാണ്. ഞാൻ എവിടെ ക്യാമറ വയ്ക്കുന്ന ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ കണ്ടതിന് ആദ്യം ചുറ്റി പോകും. ബൈ ബസ് ബൈ. കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ട്. സോ മേടിക്കാൻ പോവാ. എടാ ഞാൻ സം ഗ്രോസറി ഷോപ്സ്. വളരെ തുച്ഛമായി സാധനങ്ങളെ, ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. അനാവശ്യമായി ഒന്നിലേക്കും കണ്ടു പോകരുത് എന്ന തോട്ടോടു കൂടി വേണം നമ്മൾ ഇതിനകത്ത് കയറാൻ. ഓക്കെ, നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പോകാം.